ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജേണീസ് ഓഫ് കപ്പിത്താൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ, കപ്പലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എൻക്ലോസ് സ്പേസുകളാണ്. അതായത് അടച്ചിട്ട മുറികളിലേക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊക്കെ പോയ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു മരണക്കിണറിലേക്കുള്ളൊരു എൻട്രിയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ആ എൻട്രിയും അതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇതുപോലത്തെ എൻക്ലോസ്ഡ് സ്പേസുകൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ, എനിക്കറിയാം ചെറിയൊരു ഗ്യാപ്പ് നമ്മളുടെ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്, അത് പ്രശ്നമല്ല. എന്തായാലും പുതിയ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ ഈ ഒരു സീസണിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ജേണീസ് ഓഫ് കപ്പിത്താനിലേക്ക് സ്വാഗതം. ഹായ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിന്നൊരു പുതിയ ടാസ്കിലാണ്. ബലാസ്റ്റ് ടാങ്കിൽ ഇൻസ്പെക്ഷന് വേണ്ടി പോവാണ്. ഈ കപ്പലിൻ്റെ ബലാസ്റ്റ് ടാങ്കിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് എനിക്ക് ഗ്രാഫിക്കലി കാണിച്ചു തരാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അതായത് ഇതൊരു ടോപ്പ് സൈഡ് ടാങ്കും ഡബിൾ ബോർഡർ ടാങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിങ് ടാങ്കാണ്. കലാക്കി ഡബിളും കഞ്ഞി ആയാലോ. അതായത് വലിയൊരു ടാങ്കാണ്. അപ്പോൾ നമ്മൾ ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, താഴേക്കൂടെ ടാങ്കിലേക്ക് ഇറങ്ങി അവിടുന്ന് ഇതുവഴി പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ എൻജിൻ റൂമിലെ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയർ കേട്ടോ. അപ്പോൾ എൻജിൻ റൂമിലൂടെയാണ് നമ്മൾ ആദ്യത്തെ എൻട്രി വരുന്നത്. അപ്പോൾ അവിടുത്തെ ഇതുപോലത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഗ്യാസ് ചെക്ക് ചെയ്യുന്നത്, അതിനകത്ത് ഓക്സിജൻ ഉണ്ടോ, മറ്റ് ഗ്യാസുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് സെക്കൻഡ് എഞ്ചിനീയറാണ്. ഡെക്കിലെ സേഫ്റ്റി ഓഫീസർ ചീഫ് ഓഫീസർ ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതേ സുഹൃത്തുക്കളെ, നമ്മൾ എൻക്ലോസ് സ്പേസ് എൻട്രി നടത്താൻ പോവാണ്. മുകളിൽ ഒരാൾ സ്റ്റാൻഡ് ബൈ ഉണ്ട്, ഇവിടെ പുറകിൽ ഒരാൾ സ്റ്റാൻഡ് ബൈ ഉണ്ട്. മുകളിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റാൻഡ് ബൈ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോസൻ എൻട്രി നടത്താൻ പോവാണ്. ബോസനാണ് ഫ്രണ്ടിൽ ഇറങ്ങുന്നത്. ബോസൻ തൊട്ട് പുറകെ ഞാനും ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഒരു എൻക്ലോസ് സ്പേസ് എൻട്രിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോവാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഡക്കിയിൽ കഴിഞ്ഞ കപ്പലിൽ പോയൊരു വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ. അതുപോലെ ഏകദേശം എല്ലാ കപ്പലുകളിലും ഇതൊരു ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. പക്ഷേ ചെറിയ ചെറിയ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടാവും മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ അതിന് തടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിനും കൂടെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കപ്പലിൽ വരുമ്പോൾ അധികം തടിയന്മാരാകാൻ പാടില്ല എന്നൊക്കെ പറയണത്. അപ്പോൾ ഈ സാധനം ഇതിൽ അള്ളി പിടിച്ചുകൊണ്ട് താഴെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ട്രോളിയിൽ ഇരുന്നിട്ട്, ഇപ്പോൾ ബോസ് നിൽക്കുന്നില്ലേ, ബോസാപ്പി നിൽക്കുന്ന ഇതേ ട്രോളിൽ രണ്ടുപേരും ഇരുന്നിട്ടാണ് പോകേണ്ടത്. ബോസൻ കൈകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ സാധനം ഫ്രണ്ടിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെ തോണി തുഴയും പോലെ ഈ സാധനം വലിച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നത്. നമ്മളുടെ കൈയിൻ്റെ ഫോഴ്സിലാണ് മുതലാളി മുമ്പിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ സ്പേസിൻ്റെ പറയുന്ന പേര് ഡക്കിൽ എന്നാണ്. പൈപ്പ് ഡക്റ്റ് എന്നും പറയാറുണ്ട്. കാരണം കപ്പലിലെ മുഴുവൻ പൈപ്പുകളും പോകുന്നത് ഈ ഒരു സ്ഥലത്ത് കൂടെയാണ്. ഏകദേശം ബലാസ്റ്റിൻ്റെ ലൈനുകളാണെങ്കിലും, ബലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നിറക്കാൻ ഉപയോഗിക്കുന്ന, ടാങ്കിലേക്ക് വെള്ളം നിറക്കാൻ ഉപയോഗിക്കുന്ന പമ്പിൻ്റെ ലൈനില്ലേ, അപ്പോൾ ആ ബലാസ്റ്റ് ലൈന് ഒക്കെ പോകുന്നതിനിടയിൽ കൂടെയാണ്, ഈ ഒരു സ്ഥലത്ത് കൂടെയാണ്. അതുകൊണ്ടാണ് ഇതിനെ പൈപ്പ് ഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ വെറുതെ നിങ്ങളൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആരോടിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് കപ്പലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൈപ്പൊക്കെ പോകുന്ന പൈപ്പ് ഡക്റ്റിലൂടെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലാ 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 എന്നൊക്കെ വേണമെങ്കിൽ തള്ളിവിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് 4 dB എന്ന് പറഞ്ഞ ടാങ്കിലേക്കാണ്. 4 dB ആൻഡ് 4 TST. ഒന്ന് ടോപ്പ് സൈഡ് ടാങ്ക്, ഡബിൾ ബോട്ടം ടാങ്ക്. ഈ രണ്ട് ടാങ്കും കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ താഴേന്ന് ഇറങ്ങിയിട്ട് പിന്നെ മുകളിലേക്ക് കയറി പോകുന്ന രീതിയിലാണ് ഇന്നത്തെ വർക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓപ്പറേഷൻ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പറേഷനാണ്. അതിന് കാരണം എന്താ വെച്ചാൽ
ഇത് അടച്ചിട്ടിരിക്കുന്ന സ്പേസാണ്. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഉണ്ടാവില്ല, മിക്ക സമയത്തും ഓക്സിജൻ ഇല്ലാത്തൊരു സ്ഥലമാണ്. മാത്രമല്ല നമ്മൾ കാർഗോ ക്യാരി ചെയ്യുന്നത് കോളൊക്കെ ആയതുകൊണ്ട് കോളിൽ നിന്ന് മീഥേന്, കാർബൺ മോണോക്സൈഡ് എന്നുള്ള വിഷവാതകങ്ങളൊക്കെ എമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ വിഷവാതകങ്ങളൊക്കെ ഒരു പക്ഷേ ഇവിടെ വന്ന് ട്രാപ്പ് ചെയ്തിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാതെ ഇതുപോലത്തെ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാതെ മരിക്കാനും അതുപോലെ വിഷവാതകം ശ്വസിച്ച് മരിക്കാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ എൻട്രികൾക്ക്, ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഇൻസ്പെക്ഷന് പോകുന്ന സമയത്ത് എല്ലാ കമ്പനികളുടെയും എസ്പെഷ്യലി നമ്മുടെ കമ്പനിയിലും ഒരു എൻക്ലോസ്ഡ് സ്പേസ് പ്രൊസീജിയർ ഉണ്ട്, എൻട്രി പ്രൊസീജിയർ ഉണ്ട്. ആദ്യം നമ്മളൊരു പെർമിറ്റ് ഫില്ല് ചെയ്യണം. ആ പെർമിറ്റ് ഫില്ല് ചെയ്തിട്ട് ക്യാപ്റ്റൻ്റെ അനുമതി വേണം. അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി ഓഫീസറുടെ അനുമതി വേണം. എല്ലാവരുടെ അനുമതി കിട്ടിയതിന് ശേഷം ഒരു റിസ്ക് അസസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഈ ഒരു എൻട്രി നടത്താവൂ. പക്ഷേ ഈ ഒരു കേസിൽ ഇതെല്ലാം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് വീഡിയോയിൽ അത് കാണാത്തത്. ബേസിക്കലി ഞാൻ ഗ്യാസ് ചെക്ക് ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിന് മുമ്പുള്ള ഒരുപാട് ചെക്കിങ്ങുകളുണ്ട്, അതൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞവയാണ്. ഞാൻ തന്നെയാണ് ഇതിൽ എൻട്രി ചെയ്യണമെന്ന് കൊണ്ടുള്ളത് കൊണ്ട് ഈ ഒരു എൻറ്റയർ ഓപ്പറേഷൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ ഇന്ന് ഞാനല്ല, ചീഫ് എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് പുള്ളി എല്ലാം ചെക്ക് ചെയ്തിട്ട് എനിക്ക് പോകാമെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള ഒരു പെർമിറ്റൊക്കെ തന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതുപോലത്തെ എൻക്ലോസ് സ്പേസ് എൻട്രികൾ ഡെക്കിലാണ് നടക്കുന്നതെങ്കിൽ സേഫ്റ്റി ഓഫീസർ, അതായത് ചീഫ് ഓഫീസറാണ് പെർമിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെക്കിൽ നിന്ന് ടാങ്കിലേക്ക് പോകാനുള്ള വഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടോർച്ച് ലൈറ്റ് വെച്ചിട്ട് വേണം ഇങ്ങനെ പോകാൻ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചെക്ക് ചെയ്തിട്ടൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട്. ഇതിലൂടെയാണ് നമ്മൾ ഇറങ്ങുക. ഈ ഒരു ടാങ്കിൽ നമ്മൾ സാധാരണ വെള്ളമാണ് എടുക്കാറുള്ളത്. ഓക്കെ, വെള്ളം മാത്രമാണ് എടുക്കുന്നത്. അതെന്തിനാണ് വെള്ളം എടുക്കുന്നത് വെച്ചാൽ കപ്പലിൽ കാർഗോ ഇല്ലാത്ത സമയത്ത് കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെള്ളം എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് ടാങ്കിലേക്ക് ഇറങ്ങാൻ പോവാണ്. ടാങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ടാങ്കിൽ ഡിഫോർമേഷനൊന്നുമില്ല, അതുപോലെ ടാങ്കിനകത്ത് ഇഷ്യൂസൊന്നുമില്ല, കൊറോഷൻ വന്നിട്ടില്ല, ക്രാക്കുകളില്ല, മഡ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാങ്ക് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. സ്ട്രക്ചറൽ ഡാമേജ് വന്നിട്ടില്ല എന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിപാടി. നമ്മൾ ഇന്ന് 2 ടാങ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ടാങ്ക് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഏത് ടാങ്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ബോസാപ്പി അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത ടാങ്കിൻ്റെ ഫോട്ടോ പേരൊക്കെ എഴുതി വെച്ച് നമ്മളൊരു ഫോട്ടോ എടുത്ത് തുടങ്ങും. പിന്നെ അങ്ങോട്ട് ചറപറ ഫോട്ടോ എടുപ്പാണ്. എന്തെങ്കിലും ഡാമേജ് കണ്ടാൽ അതിൻ്റെ ഫോട്ടോ എടുപ്പ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ അതിൻ്റെ ഫോട്ടോ എടുപ്പ്, ജനറൽ കണ്ടീഷൻ്റെ ഫോട്ടോ എടുപ്പ്. ഇന്ന് വേണ്ട, ഫ്രീക്കന്മാർക്കൊക്കെ പറ്റിയ പണിയാണ് ഈ ടാങ്ക് ഇൻസ്പെക്ഷൻ. കാരണം ഒരുപാട് ഫോട്ടോകൾ എടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു ടാങ്ക് എൻട്രിയിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ ഹോളിലൂടെ വേണം നമുക്ക് ഇങ്ങനെ കടന്ന് ഫ്രണ്ടിലേക്ക് പോകാൻ. फोटो खींचते रहो जितना हो सकता है. हाँ, फोटो ऐसे खींचते रहो.
ഇതാണ് നമ്മുടെ പമ്പിൻ്റെ സെക്ഷൻ. ഇതിലൂടെയാണ് വെള്ളം അകത്തേക്ക് വരുന്നതും ഇതിലൂടെ തന്നെയാണ് വെള്ളം മുകളിലോട്ട് പോകുന്നതും. അപ്പോൾ നിങ്ങൾ ഒരു വലുതൊന്നും കണ്ടില്ലേ, ആ വലുതിലാണ് മെയിൻ ബലാസ് ലൈൻ. ആ ചെറിയ കുഞ്ഞതൊന്നും കണ്ടില്ലേ, അതാണ് സ്ട്രിപ്പിംഗ് ലൈൻ. അപ്പോൾ സ്ട്രിപ്പിംഗ് ലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കാർഗോ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് മുഴുവൻ വെള്ളം അടിച്ച് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈനാണ് സ്ട്രിപ്പിംഗ് ലൈൻ. അപ്പോൾ ഈ കാണുന്ന ഓരോ ഫ്രെയിമുകൾക്കൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ട്രാൻസ്ഫേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽസ്, പിന്നെ ലൈറ്റ് ഹോൾസ്, ഇതൊക്കെ നമ്മൾ ഈ ഷിപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയിൽ പഠിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അധികമായിട്ട് തള്ളിയിട്ട് ഉള്ള ഒരു ത്രില്ല് കളയുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ ഏകദേശം അവസാനിപ്പിക്കേണ്ട രീതി, ഇതിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ നേരത്തെ പരിപാടിയിൽ കുറച്ച് സീനുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബോസിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് ഇത് 2 പേരും കൂടെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നോക്കുന്നതിന് പകരം ഇതൊരു 5-6 പിന്നെ റൂം പോലെ നീണ്ടു കിടക്കുന്ന സ്ഥലമാണ്. ഏകദേശം 15,000-ഓളം പിന്നെ ക്യൂബിക് മീറ്റർ വെള്ളം എടുക്കുന്ന വലിയൊരു ടാങ്കാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, നമ്മുടെ വീട്ടിൽ 2000 ലിറ്റർ എടുക്കുന്ന സ്ഥലത്ത് 2000 ലിറ്ററിൻ്റെ 3000 ലിറ്ററിൻ്റെ ഒക്കെ ടാങ്കല്ലേ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഈ ഒരൊറ്റ ടാങ്കിൽ വേണമെങ്കിൽ ഒരൊറ്റ ടാങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏകദേശം 8,000-ഓളം ടൺ. ഏറ്റവും ചെറിയ ടാങ്കിൽ 8,000 ടണ്ണാണ് നമ്മൾ എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഗ്യാസ് മീറ്ററാണ്. ഈ ഗ്യാസ് മീറ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയുള്ള ഗ്യാസ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങാനും എന്തെങ്കിലും ഓക്സിജൻ്റെ അളവ് കുറയോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ഡിറ്റക്ഷൻ ഗ്യാസ് ഡിറ്റക്റ്റിംഗ് മെഷീന് അലാം തരും. ആ അലാം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളിവിടെ നിന്ന് ഓടും. ചെറുതായിട്ട് ചെറിയ കൊറോഷനൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഒരു വലിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ വരാവുന്ന പ്രശ്നങ്ങളല്ല. എന്തായാലും ഈ സത്യത്തിൽ നമ്മൾ ഇതുപോലത്തെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയിലേക്ക് റിപ്പോർട്ട് അയക്കുന്നതാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഏകദേശം നമ്മളുടെ ഇൻസ്പെക്ഷൻ അവസാനിച്ചു. നമുക്കിനി പുറത്തേക്ക് പോകാം. ഭയങ്കര ചിരി മുഖത്ത് വലിയ നാളും ചെറിയ ഒന്നിച്ചിട്ടാ. എന്താ ഈ ശബ്ദം കേൾക്കണം? നിങ്ങൾ നടക്കേ Sir, Chief Officer and Bosun coming from number 44 TST, sir. Okay, Chief Officer and Bosun out of number 44 TST. Yes, sir. ഓക്കെ, നമ്മൾ പുറത്തെത്തി കഴിഞ്ഞു. എന്തായാലും ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. ഡെക്കിൽ കുറച്ച് പണികളൊക്കെ ഞാൻ രാവിലെ പറഞ്ഞ് ഏൽപ്പിച്ച ചില പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രൂ ഒക്കെ എന്തൊക്കെ പണിയെടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവാം. ഞാനിപ്പോൾ ഡെക്കിലൂടെയൊക്കെ നടക്കുകയാണ് കേട്ടോ. ഞാൻ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വന്നു, ഡെക്കിലൂടെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. നല്ല നീളമുള്ളത് നമ്മുടെ ഡെക്കിൽ ഒരു ദിവസം 2-3 പ്രാവശ്യം നടന്നാൽ തന്നെ ഏകദേശം 5 കിലോ കുറയുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തിന്നുന്ന എമൗണ്ട് കൂടുന്നതുകൊണ്ടേ നടത്തം കുറവായതുകൊണ്ട് തടി ഒട്ടും കുറയുന്നില്ല. ഇവിടെ എന്തോ ഒരു വാഷിംഗ് പരിപാടി നടക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേര് ഹൈ പ്രഷർ വാഷിംഗ് മെഷീൻ എന്നാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സ് അലക്കുന്ന വാഷിംഗ് മെഷീൻ അല്ല ഇത്. ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ റസ്റ്റ് പാർട്ട് ചെയ്യുന്നില്ല, തുരുപിടിച്ച ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് കളയുന്ന സാധനമാണ്. ഈ ഒരു ഗണ്ണ് വെച്ചിട്ട്, ആ പയ്യൻ്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ കാലിലോ എവിടെയെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ അവിടെ തൊലിയടക്കം ഇളകി പോകുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മെഷീനാണത്. ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ സാധനം ഉപയോഗിച്ചാൽ നമുക്ക് കൂടുതൽ ഏരിയ കുറച്ച് സമയം കൊണ്ട് കുറയാൻ പറ്റും. നല്ലേ ഭയങ്കര യുദ്ധം നടത്തുന്ന ആശാനോടെ AK-47 വെടിവെക്കും പോലെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും തണുപ്പ് ഭയങ്കര കൂടുതലാണ്. ഞാൻ വേറൊരാളോട് ഇന്ന് ഈ ഒരു സാധനങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ പേര് ഹൈഡ്രോളിക് റാം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ റാമിൻ്റെ മെയിൻ്റനൻസ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളെ കാണില്ല. അപ്പോൾ അയാളെ തിരഞ്ഞിട്ട് കുറച്ചുകൂടി ഫ്രണ്ട് പോയാൽ ഒരു പക്ഷേ അയാളെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്നു നോക്കാം.
बोलता उसको निकाल दो ना। हाँ निकाल दो, वो डंडा नहीं है आप पास, हैमर डंडा ऐसा है। ओके ओके, इसको भी पकड़ना है, जैसे आया तो है ना, इसको भी थोड़ा मार देना जैसे आया तो। और आगे कोई काम कर रहा है क्या? आगे कोई काम कर रहा है क्या? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻക്ലോസ് സ്പേസിൽ എങ്ങനെയാണ് എൻട്രി നടത്തുന്നതും കപ്പൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അടുത്ത വീഡിയോയിൽ ഈ രാവിലെ ഏകദേശം ഇപ്പോൾ രാവിലെ ഒരു 6 മണിയായിട്ടുണ്ടാവും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. രാവിലത്തെ നാവിഗേഷണൽ വാച്ചിൻ്റെ ഇടയിലുള്ളൊരു ഷൂട്ടിങ്ങാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ആൻഡ് ആസ് ഓൾവേസ് ചേസ്.